ഹലോ ഗൈസ്, ഇതിലോട് സ്വാഗതം. ഇന്നത്തെ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ലിക്വിഡിറ്റി അതുപോലെ തന്നെ ഓർഡർ ബുക്ക് ഈ ഒരു രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോസുകൾ നമ്മൾ പറഞ്ഞിരുന്നു ചേഞ്ച് ഓഫ് ക്യാരക്ടറും അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും എങ്ങനെ മാർക്കറ്റിൽ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൻ്റെ 6 പാർട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് 5 പാർട്ടുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്രശ്നം നമ്മളോട് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസുകൾ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിൽ ഫസ്റ്റും സെക്കൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകൾ പറഞ്ഞു. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈയും ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയും അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പിന്നെ 6ാമതായിട്ട് വരുന്നത് നിങ്ങളുടെ മണി മാനേജ്മെന്റ് ആണ്. അതൊക്കെ മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈ ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്താണ് ലിക്വിഡിറ്റി എന്നതിൻ്റെ ഒരു ചെറിയ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് മാർക്കറ്റിനെ റണ്ണ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. നമുക്കൊരു ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റണ്ണ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്യൂവൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു വാഹനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റണ്ണ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂവൽ അത്യാവശ്യമാണ്. ഓരോ സംഭവത്തിൻ്റെ ഫ്യൂവൽ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഈ ഒരു മാർക്കറ്റിനെ റണ്ണ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ അത്യാവശ്യമാണ്. ഈ ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് മാർക്കറ്റിൽ ഓർഡേഴ്സ് ഉണ്ടായാൽ ഈ ഒരു മാർക്കറ്റിന് ഇൻറ്റ്യൂഷൻസിന് റണ്ണ് ചെയ്യിക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻസിന് മാർക്കറ്റിനെ റണ്ണ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വേണം എന്നുള്ളതാണ്. അതായത് ഓർഡേഴ്സ് വേണം. ഈ ഓർഡേഴ്സ് ആരാണ് തരുന്നത്? നമ്മളെപ്പോലുള്ള റീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് തന്നെയാണ് ഈ ഒരു ഓർഡേഴ്സ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു ഓർഡേഴ്സിനെ എല്ലാം അവർ ട്രാപ്പ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അതായത് ലിക്വിഡിറ്റി ആക്കിയിട്ടാണ് ഇവരുടെ ഇൻറ്റ്യൂഷൻസിന് ഈ ഒരു മാർക്കറ്റിനെ റണ്ണ് ചെയ്യിക്കുന്നത്. നമ്മളിവിടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. ഒരു അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റണ്ണ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഒരു മാർക്കറ്റിന് അപ് ട്രെൻഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് റൈറ്റ് കൂടി വരുന്ന ഒരു സംഭവമാണ്. ഇൻറ്റ്യൂഷൻസിന് കുറച്ച് ഓർഡേഴ്സുകളെ ആവശ്യമായിരിക്കും. അതായത് ഒരു 1000 ഓർഡേഴ്സുകളൊക്കെ അവർ പ്ലേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിലവിൽ ചിലപ്പോൾ മാർക്കറ്റിൽ 1000 ഓർഡേഴ്സ് ഒറ്റയടിക്ക് ഈ ഒരു ഇൻറ്റ്യൂഷൻസിന് കിട്ടണമെന്നില്ല. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളത് മാർക്കറ്റിനെ ആദ്യം തന്നെ ഇങ്ങനെ റണ്ണ് ചെയ്യിപ്പിക്കും. ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടുമായിട്ട് ഇങ്ങനെ റണ്ണ് ചെയ്യിപ്പിക്കും. ഈ റണ്ണ് ചെയ്യുന്ന ഈ ഒരു ഓരോ സ്ഥലത്തും നമുക്ക് ഓർഡേഴ്സുകൾ എന്ത് ചെയ്യും? ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് ഓർഡേഴ്സുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് നേരെ അവരെന്ത് ചെയ്യും? അപ് ട്രെൻഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഈ ഒരു ഓരോ സ്ഥലത്തും നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ഇതുപോലെ ഓർഡേഴ്സുകൾ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. മാർക്കറ്റിനെ ഒരൊറ്റ അടിക്കേണ്ട ഡൗൺ ആക്കിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രികളും സ്റ്റോപ്പ് ലോസ് എന്തുണ്ടാവും? സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒറ്റയടിക്കേണ്ട സ്വീപ്പ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരും. ട്രെൻഡ് കാണുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഓരോ ബൈ ചെയ്തുകൊണ്ടേ നിൽക്കും. ഈ ഒരു ബൈയുടെ തൊട്ട് താഴെയായിരിക്കും ഓരോ ബൈയുടെയും അവരുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. അതായത് ഒരു ബൈ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഒരു സെല്ലിംഗ് ഓർഡർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. മാർക്കറ്റിങ്ങിനെ അപ്പിലോട്ട് പോയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു? ഈ ഒരു ഓർഡേഴ്സുകളെല്ലാം തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു 1000 ഓർഡേഴ്സ് ആണ് ഇവർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ ഓരോ സൈഡിലും ഓർഡേഴ്സുകൾ അവിടെ കിടക്കുന്നുണ്ടാവും. ഈ ഓർഡേഴ്സുകളൊക്കെ തന്നെ എന്താണ്? ഒരൊറ്റയടിക്ക് സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിനെ ഡൗൺ ആക്കുന്നു. ഈ ഡൗൺ ആക്കിയ ഉടനെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഓർഡേഴ്സുകളൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ നമ്മളെപ്പോലുള്ള ആളുകൾ എന്താവാണ്? ട്രാപ്പായി പോവാണ്. ഇതാണ് ഇവിടെ ലിക്വിഡിറ്റി എന്നുള്ള സംഭവം വരുന്നത്. ലിക്വിഡിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് കറക്റ്റായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്, ഒരു ട്രേഡ് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഞാൻ മാർക്കറ്റിൽ ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈയും ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയും അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും ഞാൻ മാർക്കറ്റിൽ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ആ വീഡിയോ കാണാത്തവരാണ് എന്തുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈയും ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയും. അതായത് ആ മാർക്കറ്റിൻ്റെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു ഭാഗം ഏറ്റവും ലോ ആയിട്ടുള്ള ഭാഗം
ഇവിടെ ഇതുവരെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു. അതായത് ഇതാണ് മാർക്കറ്റിൻ്റെ ഹൈ, ഇതാണ് മാർക്കറ്റിൻ്റെ ലോ. അപ്പം ഇങ്ങനെയാണ് ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈയും ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയും കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓരോ വീഡിയോസുകളിലും നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈയും ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയും എന്നുള്ളത്. നമുക്ക് അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് ടെക്സ്ചർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണാൻ പറ്റും. ഇത് നമുക്ക് ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്, ട്രേഡ് റേഞ്ച് ഓഫ് ലോ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആ മാർക്കറ്റിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ട്രേഡിംഗ് റേഞ്ച് ഓഫ് ഹൈയും ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോയും മാർക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കണ്ടാൽ മതി. ഇനി അതല്ല, സെപ്പറേറ്റ് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ട്രേഡർക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമെന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഭാഗത്തെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയകളൊക്കെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിക്വിഡിറ്റിയെ കുറിച്ചാണ്. ലിക്വിഡിറ്റിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ഓരോ ഓർഡർ ബ്ലോക്കുകളെയും ബേസ് ചെയ്തിട്ടാണ് ലിക്വിഡിറ്റി വരുന്നത്. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓർഡറുകൾ ചേർന്നിട്ടുള്ള ഓർഡേഴ്സുകൾ ചേർന്നിട്ടുള്ള ഒരു ഏരിയ. ആ ഏരിയയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്കുകളെ സ്വീപ്പ് ചെയ്തിട്ട് വരുമ്പോഴാണ് അത് ആ ഓർഡർ ബ്ലോക്കുകൾ ലിക്വിഡിറ്റി ആയിട്ട് മാറുന്നത്. ഞാനിവിടെ മാർക്കറ്റിൽ കാണിച്ചു തരാം. ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയകളൊക്കെ ലിക്വിഡിറ്റിയാണ്. ഇത് ലിക്വിഡിറ്റിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ 30 മിനിറ്റോ അല്ലെങ്കിൽ 50 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിലേക്ക് പോകുമ്പോൾ ഓരോ ഓർഡർ ബ്ലോക്കുകളെയും സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ക്യാൻഡിൽസുകൾ ഓരോ ഓർഡർ ബ്ലോക്കുകളെയും സ്വീപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഓരോരോ ലിക്വിഡിറ്റികളാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയകളൊക്കെ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ നീട്ടി വരച്ചിട്ടുണ്ട് ഓർഡർ ബ്ലോക്ക്. ഇതിനെ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് താഴേക്ക് വരുന്നത്? ഞാനിവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കാം. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് ഈ ഒരു ഏരിയ സ്റ്റാർട്ടിങ് ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിവിടെ ട്രേഡിംഗ് റേഞ്ച് ഓഫ് ലോ മാർക്ക് ചെയ്ത ഈ ഒരു സ്റ്റാർട്ടിങ് ഏരിയ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ അപ്പിലോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പിലോട്ട് പോയതിന് ശേഷം ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കാണാൻ പറ്റും. എന്നിട്ട് ഏകദേശം ഒരു ഹൈ റേഞ്ചിൽ മാർക്കറ്റ് എത്തുന്നു. അവിടെ നിന്ന് മെല്ലെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് തന്നെ വരുന്നു. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറച്ച് ഓർഡറുകൾ ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, അപ്പ് ചെയ്തതിന് ശേഷം അവർ ഡൗൺ ആക്കുന്നത്. ഈ ഒരു മാർക്കറ്റ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു ഓർഡർ ബ്ലോക്ക് ബേസ് ചെയ്തിട്ട് കുറേ ബൈ ഓർഡറുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ബൈ ഓർഡറിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ ഭാഗത്തായിട്ടാവും വരിക. സോ മാർക്കറ്റ് അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ബൈ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും, ഓട്ടോമാറ്റിക്കലി ഔട്ടാവും. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവിടെയുള്ള എല്ലാ ഓർഡറുകളെയും എന്ത് ചെയ്യാൻ പറ്റി, കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി നോക്കിക്കേ, ആ ഒരു മാർക്കറ്റ് അതെല്ലാം സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തതിന് ശേഷം താഴേക്ക് വരുന്നു. അതെല്ലാം ലിക്വിഡിറ്റി ചെയ്തതിന് ശേഷം താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ അടുത്ത ഓർഡർ ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് റിജക്ഷൻ സംഭവിച്ച് നേരെ മുകളിലോട്ട് തന്നെ പോയി. വീണ്ടും ആളുകൾ എന്താക്കി, ഒരു കൺഫ്യൂഷൻ ആക്കി. അപ്പ് ട്രെൻഡിലോട്ട് വീണ്ടും മാർക്കറ്റ് റണ്ണായപ്പം ആളുകൾ എന്ത് വിചാരിക്കും, നമ്മളിപ്പോഴുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് വിചാരിക്കും, വീണ്ടും നല്ല രീതിയിൽ അപ്പാവും എന്ന് വിചാരിക്കും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് കുറേ ആളുകൾ ട്രേഡ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് ഇങ്ങനെ അപ്പിലോട്ട് കിടക്കുന്നു, പെട്ടെന്നൊരു റിജക്ഷൻ സംഭവിക്കുന്നു. റിജക്ഷൻ സംഭവിച്ച ഉടനെ തന്നെ വീണ്ടും അപ്പിലോട്ട് പോയി. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും അത് താഴേക്ക് തന്നെ മാർക്കറ്റ് ഡൗൺ ആവുന്നു. മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം അടുത്ത ഓർഡർ ബ്ലോക്കിനെയും സ്വീപ്പ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും നെക്സ്റ്റ് അതിന് തൊട്ട് താഴെയുള്ള ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്നു.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് മാത്രം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെയിലി പ്രോഫിറ്റ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ലിക്വിഡിറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ആദ്യം വരച്ചിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളെ സ്വീപ്പ് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും അപ്പാവുന്നു. വെറുതെ നിങ്ങൾ ഫീസ് 40,000 50,000 കൊടുത്ത് ഫീസൊക്കെ കൊടുത്തിട്ട് ബൾക്കായിട്ട് വലിയ സംഭവമാക്കി പഠിക്കാനൊന്നുമില്ല. മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്ര സിമ്പിളാണ്. അതായത് ഈ ഒരു ഒറ്റ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വെറുതെ കുറേ കൺസെപ്റ്റ് പഠിച്ചു വെച്ചിട്ട് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. അങ്ങനെ കൺഫ്യൂഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ചിലപ്പോൾ ട്രേഡ് എടുക്കാൻ നോക്കും. അപ്പോൾ അതിലേറെ ബെറ്റർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും, നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ട് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്തൊന്ന് പോയി നോക്കിയേ. ഭയങ്കര ബെറ്ററായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. സോ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇങ്ങനെ ലെങ്ത്ത് കൂട്ടി കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഓരോ വീഡിയോസും വൈൻഡപ്പ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും അതിൻ്റെ ഓർഡർ പ്രകാരം കണ്ടാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നതൊക്കെ എന്താണ്, ഓരോ ലിക്വിഡിറ്റികളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ ലിക്വിഡിറ്റികളാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 50 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഓരോ ഓർഡർ ബ്ലോക്കുകളെയും സ്വീപ്പ് ചെയ്തിട്ട് ഓരോ ക്യാൻഡിൽസും വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.